എല്ലാ കൊല്ലവും കൂടിയിട്ട് അവര് ഒരു ഡൂംസ്ഡേ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ക്ലോക്കില് ജൂതന്റെ അവസ്ഥ എന്നായിരിക്കും എന്നാണ്. ഈ 12 ഡേ വാറിനെ അവർ ചെയ്തത് എന്നാണെന്ന് പറഞ്ഞാൽ ആ ക്ലോക്ക് 2040 വെച്ചു. ഇനി രഹസ്യമായിട്ട് തട്ടാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാ പറയണ, അയലോക്കത്ത് വിളിച്ചു പറഞ്ഞിട്ട് എല്ലാ ദിവസവും വിളിച്ചിട്ട് പ്രൗഡ് തന്നെ പറയണേ, നീ നിന്റെ കുടുംബത്തെ ഞാൻ തീർത്ത് കളയും. അത് ദിവസവും എല്ലാ മാസവും ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന്റെ ഒരു കരുതലെടുക്കത്തില്ലേ? നിനക്ക് തട്ടണമെന്നുണ്ടെങ്കിൽ നീ ആരും അറിയാത്ത രീതിയിൽ പുറത്ത് ലോകത്തോട് ആരോടും പറയാതെ ഏതെങ്കിലും തരത്തിൽ നീ ന്യൂക്ലിയറോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ മേടിച്ചു വെച്ചിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് ഒരു ദിവസം കയറി അങ്ങോട്ട് അടിക്കണം. അവൻ തട്ടണമെങ്കിൽ തട്ടിപ്പോട്ടെ. ഇതല്ലാതെ അവരെ വിളിച്ച് പറഞ്ഞിട്ട് ഈ ആൾക്കാരെ നിർത്തിക്കൊണ്ട് ഇത് പറഞ്ഞിട്ട് ഇത് ഇസ്രയേല് ആ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന്. ഇത് തന്നെ ഹമാസും പറഞ്ഞു. ഹമാസിന്റെ ചാർട്ടർ എന്തായിരുന്നു? റിവർ ടു സീ. റിവർ എന്ന് പറയുന്ന ഇതാണ്, ജോർദാൻ നദിയാണ്. ആ നദി തുടങ്ങി ചെങ്കടൽ വരെ പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടിരുന്ന. അതിനകത്ത് ഇസ്രയേൽ ഉണ്ടോ? ഇല്ലല്ലോ. ജോർദാൻ ഇത് കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന സിറിയയുടെ കുറച്ച് ഭാഗങ്ങളും ഇസ്രയേലും കഴിഞ്ഞ് സീനായിലോട്ട് പോയിട്ട് ഇതിന്റെ അപ്പുറത്ത് ചെങ്കടലിലോട്ട് മാറുകയാണ്. അതിനകത്ത് ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമില്ല. അന്നേരം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ലോകരാജ്യങ്ങൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ചിട്ട് ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ? എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അങ്ങനെ ശക്തരായിട്ടുള്ള ആൾക്കാരെ അടുത്ത രാജ്യം വെട്ടിപ്പിടിച്ച്. അങ്ങനെയല്ലേ ഈ മറ്റേ ഇസ്ലാമും ലോകത്തെമ്പാടും പറഞ്ഞ ഈ അവിടുത്തെ കുറേഷ്യകളിൽ അവിടെ ഇരുന്നിട്ട് എന്നാ പിണ്ണാക്ക അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ജൂതന്മാരും ബാക്കിയുള്ള ആൾക്കാരെ ക്രിസ്ത്യാനികളെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അന്ന് ആ ജിയോ പൊളിറ്റിക്സ് നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഈജിപ്റ്റ്, അതേമാതിരി തന്നെ സിറിയ, അതേമാതിരി സൗദി അറേബ്യയിലാണല്ലോ ഇതിന്റെ ഉത്ഭവം. ഇറാഖ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പിടിച്ചില്ലേ? അന്നത്തെ ആ കാലഘട്ടം ഇതാണ്. ശക്തരായവര് ആ ഒരു സാഹചര്യം കിട്ടുന്ന സമയത്ത് വാളുകൊണ്ടോ ഇതുകൊണ്ടോ അവര് രാജ്യങ്ങൾ പിടിച്ചെടുക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടം ഏതാണ്? നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ഇന്നൊരു ലോക നിയമമുണ്ട്, ശക്തരായ രാജ്യങ്ങളുണ്ട്. അന്നേരം ഒരുത്തൻ്റെ ദിവസവും കയറി നിന്നിട്ട് പറയുകയാണ്, നിന്നെ ഞാൻ തീർത്ത് കളയും, നിന്നെ നിന്റെ കുടുംബം ഒരു വംശത്തിനെ ഞാനിവിടെ വെച്ചേക്കുകയില്ല. ഇത് കൂടാതെ ഇവര് കാണിച്ചിരുന്ന കുറെ തെണ്ടിത്തരങ്ങളുണ്ട്. ഇവരെ ഓസ്ട്രേലിയയെ കൊണ്ട് അവിടുത്തെ എംബസി കൊണ്ടുവന്ന്, ഇസ്രായേലിന്റെ എംബസി കൊണ്ടുവന്നിട്ട് ആൾക്കാരെ തട്ടിക്കളഞ്ഞു. ലോകത്തിന്റെ പല ഭാഗത്ത് ഇവരുടെ സിനഗോഗ്, എംബസി, ഇവരുടെ ഒരു സ്ലീപ്പിംഗ് സെൽസ് വെച്ചിട്ട് തീർക്കുകയാണ്. ഇതേ കണക്ക് തന്നെ ഈ ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന വലിയ ചെകുത്താനാണ് മറ്റേ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് വെനിൻസുലയായിട്ട് ഇവർ കൂട്ടുപിടിച്ച് വെനിൻസുലയുടെ ഓയില് ഇവര് ഡ്രോൺ ഉണ്ടാക്കാനുള്ള പരിപാടി, ബാക്കിയുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ഇതെല്ലാം ചെയ്തു. കൂട്ടത്തില് ക്യൂബനെ കൂട്ടി. ലെബനോൺ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് വന്നു. അവിടെ ഈ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ ഈ ഷിയാക്കളെ കൊണ്ട് അവിടെ നിറച്ചു. ആ ക്രിസ്ത്യൻ രാജ്യം ഇവരുടെ കയ്യിലായി. ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് ഇവരെ എല്ലാത്തിനെയും നിർത്തി. ഇതേ കണക്ക് യമനിൽ കൊണ്ടുപോയിട്ട് ഈ ബാബ് ആൽമണ്ടേ അവിടുത്തെ ആ സ്ട്രെയിറ്റ് അടച്ചിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന്റെ യുദ്ധത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെയാണ് അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്. അവസാനം വന്നു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? കാര്യം ഇവര് അവിടുത്തെ ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് ആണ് ഇതിന്റെ തിരികൊളുത്താനായിട്ടുള്ള കാര്യം. അതുവരെ ഇവര് മിണ്ടാതിരിക്കുകയായിരുന്നു. അവിടെ അത്ര ആൾക്കാരെ അവിടുത്തെ കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും ഇറാന്റെ എല്ലാ പ്രവിശ്യകളിലും ഉള്ള സ്ഥലങ്ങളിലുള്ള ആ വിദ്യാർത്ഥികളും ബാക്കിയുള്ള ആൾക്കാരും പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ബാസിജ് എന്ന് പറഞ്ഞ ഇവരുടെ റിലീജിയസ് പോലീസാണ്. പോയിന്റ് ബ്ലാങ്കിനെ എല്ലാത്തിനും വെടിവെച്ച് കൊന്നിട്ട് ചുട്ട് കളഞ്ഞു. അവരുടെ മൃതദേഹം കിട്ടണതിന് പോലും ഈ ബാസിജ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു ഗതികേട് വന്നു. അന്ന് ട്രംപ് ഇങ്ങനെ പറഞ്ഞുപോയി, ഇതേമാതിരി നിങ്ങൾ ഈ പൈശാചികമായിട്ടുള്ള ഈ ഒരു സാധനത്തിനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം വരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇവരുടെ നെഗോഷിയേഷനും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് തന്നെ ഈ അമേരിക്കയ്ക്ക് ഇസ്രായേലിനും കിട്ടിയ ഇന്റലിജൻസ് ഇതാണ്. ഒരു മാസം കൂടി പോരുന്നെങ്കിൽ മിനിമം ഒരു 10 വാർഹെഡ് ഇവര് ന്യൂക്ലിയർ ഉണ്ടാക്കിയാനെ. അതിനുള്ള കാര്യങ്ങൾ മുഴുവൻ നീക്കുക. ഒരു സമാധാനത്തിന് വേണ്ടി ലോകരാജ്യങ്ങള് ഈ ന്യൂക്ലിയർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സ്ട്രെങ്ത് 6% മതി. ഒരു 80 to 90% ആയി കഴിയുമ്പോൾ ഒരു ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും.
പക്ഷെ ഇലക്ട്രിസിറ്റിയോ ബാക്കിയുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു സാധനത്തിന് 6% എൻറിച്ച്മെന്റ് മതി. ഇതൊന്നും ചെയ്യാതെ അവര് പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ സംഭവം എന്താണ്? അവര് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ സംഭവം എന്താണ്? യു കനോട്ട് ടച്ച് ഞങ്ങളുടെ ന്യൂക്ലിയർ ആ ഒരു നെഗോഷിയേഷനിലേക്ക് ഞങ്ങൾ വരത്തില്ല, ബാക്കി എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇതാണ് അവർ പറഞ്ഞത്. ഇപ്പം എന്നാ ബെയ്റൂട്ട്, ആ ഡാലിയ, അതേമാതിരി തന്നെ ബെക്ക, ഇതൊക്കെ ഗാസയേക്കാളെ കഷ്ടമായിട്ട് 360 ഡിഗ്രി അതിന്റെ വീഡിയോ വരുന്നുണ്ട്. പൊട്ടി പൊളിഞ്ഞ് പർവ്വതമായിട്ട് ഈ കൂന മാതിരി കിടക്കുകയാണ്. സത്യനാശം എന്ന് പറഞ്ഞാൽ സത്യനാശം. ഇനി ഏറ്റവും അവസാനം പ്രൗഢിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഈ ഷിയാക്കളോടുള്ള സുന്നികളുടെ സ്നേഹം എന്താ ഇപ്പൊ കൂടിയത്? അതെന്തുകൊണ്ടാണ് കൂടിയത്? കാര്യം നിങ്ങൾക്ക് ത്രെറ്റാണ്. അവിടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് മുഴുവൻ ഇത് ത്രെറ്റ് തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, വാർ നടത്തി കഴിഞ്ഞപ്പോ അവര് വേറൊരു കാര്യം കൂടി ചെയ്ത്, ഈ മറ്റേ ഷിയാക്കളായിട്ടുള്ള കുറെ IRGCയുടെ ആൾക്കാർ സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഡ്രോൺ എടുത്തിട്ട് അവരെ ആക്രമിച്ചു. എന്നിട്ട് പറഞ്ഞു ഇസ്രയേലിന്റെ മൊസാദാണെന്ന് പറഞ്ഞു. അവരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അന്നേരം ആ രാജ്യത്തിനു കൂടി അമേരിക്കയ്ക്കും ഇസ്രയേലിനെ എതിരാക്കാനായിട്ടുള്ള പരിപാടിയാണ് അവർ ചെയ്ത. എന്നിട്ട് അത് പിടിച്ചു കഴിഞ്ഞപ്പോ എന്താണ്, ഒറ്റ ഗൾഫ് രാജ്യങ്ങളെ വിട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി തുർക്കി വലിയ ഖലീഫയാണല്ലോ, അയാളെ വിട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാത്തിനെയും അവർ കൂട്ടുക. എന്നിട്ട് ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഞങ്ങളുടെ ജീവത്യാഗം പറഞ്ഞു, മനസ്സിലായി. പിന്നെ എന്ത് കോപ്പിനാടോ ഈ 47 കൊല്ലം അവിടുത്തെ ജനങ്ങളെ പറ്റിച്ച് അവിടുത്തെ എണ്ണയും അതേ കണക്ക് തന്നെ ഗ്യാസും ഒക്കെ വിറ്റ് ഈ ലോകം മുഴുവൻ ഇസ്രയേലിനെ തീർക്കാനായിട്ട് നടന്ന ആ ജനങ്ങളെയായിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പാടില്ലായിരുന്നോ? ഇത് തന്നെയാണ് ഇസ്ലാം. ഇതിനുള്ള ബോധം നിങ്ങൾക്കും ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനാണ് ഇവിടുത്തെ ഡേറ്റ കളയണത്, നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്. എനിവേ ഞാൻ നിർത്തി. ഇവര് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അനുഭവിക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുണ്ട്. അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല. ആദ്യം അത് അവര് അതിനുള്ളത് ചെയ്യും. പക്ഷെ അതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഈ ഇറാൻ കാണിക്കുന്ന ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു പരിപാടി. ഒരു മിനിറ്റ്, നാഫർ കുടുംബരും വന്നിട്ടുണ്ട്, അദ്ദേഹം ഒന്ന് സംസാരിക്കും. നമ്മുടെ ജാമിദ ടീച്ചറും വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി തിരക്കിലാണ്. സംസാരിക്കട്ടെ. ജാമിദ ടീച്ചർ ഒന്ന് സംസാരിക്കും. ഹലോ, കേൾക്കാമോ? കേൾക്കാം ടീച്ചറെ. ഇറാനോടുള്ള നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു അമിതമായിട്ടുള്ളൊരു സ്നേഹവും പ്രേമവും ഒക്കെ കാണുമ്പോൾ തോന്നിപ്പോകുന്നത്, ഇപ്പോൾ ഇറാൻ സൗദി അറേബ്യയും മറ്റുമൊക്കെ ആക്രമിച്ചപ്പോൾ ഇവർക്കൊരു വിഷമവും ഇല്ലല്ലോ, ഒരു വേദനയും ഇല്ലല്ലോ. അപ്പോൾ ഇറാനെതിരെ ഇവർക്ക് ആ വിഷയത്തിൽ ഒന്നും പറയാനുമില്ല. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് ജൂതനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ് എന്തുകൊണ്ടാണ് ജൂതന്മാരോട് ഇവർക്ക് ഇത്രയധികം വിരോധമെന്ന്. അപ്പോൾ ഒന്നുമല്ലെങ്കിൽ ആ ഡൂംസ്ഡേ ക്ലോക്ക് അതിനെക്കുറിച്ചിട്ടെങ്കിലും ഇവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇവർക്കറിയാത്തത് കൊണ്ടല്ല, നഖശിഖാന്തം ഇവരെന്തിനെ എതിർക്കണം എന്നത് നേരത്തെ തന്നെ ഇവര് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് അത് ഖുർആനിലേക്കാണ് മടങ്ങേണ്ടത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഖുർആൻ പറഞ്ഞത് അങ്ങനെയാ. അതായത് എല്ലാ മുസ്ലിങ്ങളും പരസ്പരം സഹോദരങ്ങളാണ്. ഇന്ന മന്നാസു ഇഖ്വ എന്നൊരു വാക്ക് ഖുർആനിലില്ല. 6232 വചനങ്ങൾ ഉണ്ടായിട്ട് ഒരെണ്ണത്തിനകത്ത് പോലും മനുഷ്യന്മാര് പരസ്പരം സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച് മനസ്സിലാക്കി കൊണ്ടും കൊടുത്തും പങ്കുവെച്ച് ജീവിക്കണമെന്ന് പറയുന്ന ഒരു വചനമില്ല. മറിച്ച് ഇറാൻ എന്ത് തന്തയിലാഴിക കാണിച്ചാലും നിങ്ങൾ അതിനെ ഒന്ന് ഒളിപ്പിച്ചു വെച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൊള്ളരുതായ്മകൾ നാളെ അള്ളാഹു ഒളിപ്പിച്ചു വെക്കും എന്ന് പറയുന്നത് പോലെ വിശ്വാസികളുടെ ന്യൂനത നിങ്ങൾ മറച്ചു വെക്കണം. ആയത്തുള്ള അലി ഖൊമേനി നടത്തിയ ഒരുപാട് മനുഷ്യ കുരുതികൾ ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല. കഴിഞ്ഞ ജനുവരി 7-8 തീയതികളിൽ മാത്രം ലോകത്തെ നടുക്കിയ കൂട്ടക്കൊലയാണ് ഖൊമേനി ചെയ്തു കൂട്ടിയതും സ്വന്തം ജനതയെ. 36,000 ആളുകളെയാണ് കൊന്നൊടുക്കിയത് ഈ 2 ദിവസം കൊണ്ട്.
ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ, അതിനകത്ത് സ്ത്രീകളില്ലേ, ഗർഭിണികളില്ലേ, കുഞ്ഞുങ്ങളില്ലേ, വൃദ്ധരില്ലേ? പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ത് ചെയ്താലും അത് ശരിയാണ്. സൗദി എന്ത് ചെയ്താലും ചില സന്ദർഭങ്ങളിൽ ശരിയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുത്തൻ വേഷം കെട്ടി ഡ്രൈവർ പണിക്ക് പോയി സൗദി അറേബ്യയിൽ. അനസ് എന്ന് പറയുന്ന 15-കാരനായ സൈക്ലിംഗ് നടത്തുമ്പോൾ അപകടത്തിൽപ്പെട്ട ഒരു കുട്ടിയെ അടിച്ചു കൊന്നു. അതിന്റെ ബ്ലഡ് മണി എന്ന് പറഞ്ഞ് 34 കോടി പിരിക്കാനിറങ്ങിയ ഇവര് എപ്പോഴെങ്കിലും ശരീഅത്ത് നിയമത്തിന്റെ രാക്ഷസീയതയെ എതിർത്തോ? ഇല്ല. അപ്പൊ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ആ വിഷയത്തെ സമീപിക്കേണ്ടത് എന്ന് ഇവർക്ക് കൃത്യമായ രൂപത്തിലുള്ള കോച്ചിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇറാൻ എന്ത് ചെയ്തിരുന്നാലും ശരി, അത് ജൂതന്മാരെ തകർക്കാനാ. ഒക്ടോബർ 7, 2023 ഒരൊറ്റ ദിവസം ഏതാനും മിനിറ്റുകൾക്കുള്ളില് ഇസ്രായേൽ ജനത അവരുടെ കണ്ണിൽ നിന്നും ചോര ഒഴുകുന്ന രൂപത്തിൽ 1400 പേരെയാണ് ഹമാസ് കൊന്നൊടുക്കിയത്. ഇവിടെ കേരളത്തിൽ ആരെങ്കിലും അവരുടെ പേരുകൾ വായിച്ചോ? അതിനകത്ത് നാളത്തെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടർമാരും ഒക്കെ ഇല്ലേ? അവരുടെ പേരല്ലേ വായിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അവരുടെ പേര് വായിച്ചില്ല. അവരുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ടില്ല. അവരിലെ കുട്ടികളെയും വൃദ്ധരെയും ഗർഭിണികളെയും ഒന്നും തിരിച്ചറിയാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പോ ഇസ്രായേലിനെ തകർക്കുക എന്നത് ആത്യന്തികമായി ലോക മുസ്ലിങ്ങളുടെ ലക്ഷ്യമാണ്, അല്ല ഖുർആനിന്റെ ലക്ഷ്യമാണ്. പ്രഖ്യാപിതമായിട്ട് പ്രവാചകന്റെ ലക്ഷ്യവും കൂടിയാണിത്. അപ്പോ ഇസ്രായേലിനെ തകർക്കണം എന്ന് പ്രവചിക്കുന്നു. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞതുപോലെ ഓരോ ദിവസവും അതിങ്ങനെ നമ്മൾ ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുന്നത് പോലെ ദിവസവും അത് ജനതയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇറാൻ അങ്ങനെയാണ് ഒരു ക്ലോക്ക് സ്ഥാപിക്കുന്നത്, ഇസ്രായേൽ ഡിസ്ട്രക്ഷൻ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഡൂംസ്ഡേ ക്ലോക്ക്. അപ്പോ ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ ഒരു ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ചതിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ജുമുഅ കുത്തുബയിൽ ഏതെങ്കിലും പുലിയാർ കാസിമിമാര് സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഖുർആൻ പറഞ്ഞ ലക്ഷ്യമാണത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞതാണ്, അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നാടുകടത്താതെ നിങ്ങൾ വിശ്രമിക്കരുത് എന്ന്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. 2017 ഇറാൻ ഈ ക്ലോക്ക് സ്ഥാപിക്കുന്നത്. ഇനി നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിൽ അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞവർക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യം 2040 ഇല്ലാതാകുമെന്ന് പറഞ്ഞ് പിന്നോട്ടോടുന്ന ഒരു ക്ലോക്ക്. അതായത് ഇനി ഇത്ര ദിവസം ഓരോ രാവും പകലും കഴിയും തോറും ഇസ്രായേലിന്റെ ശവപ്പെട്ടിയില് ആണിയടിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്നുള്ള സന്ദേശമാണ് അവർ നൽകിയത്. ആയത്തുള്ള അലി ഖുമേനി 2015 നടത്തിയ ഒരു പ്രസംഗത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ കൗണ്ട് ഡൗൺ ക്ലോക്ക് പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഹിറ്റ്ലർ ഒരു കാര്യം ചെയ്താൽ അത് അന്ന് ചെയ്തു കഴിഞ്ഞു. ഗോവിന്ദച്ചാമി ഒരു കാര്യം ചെയ്താൽ അത് അന്ന് ചെയ്തു കഴിഞ്ഞു. കഷായം ഗ്രീഷ്മ ഒരു കാര്യം ചെയ്താൽ അത് അന്ന് ചെയ്തു കഴിഞ്ഞു. അത് ക്രൂരതയാണ്, ക്രിമിനൽ കുറ്റമാണ്. അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. പക്ഷേ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആയത്തുള്ള റൂഹുല്ല ഖൊമേനി എന്ന് പറയുന്ന നരാധമൻ നമ്മുടെ സൽമാൻ റുഷ്ദി എഴുതിയ ദി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം എഴുതിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിക്കുന്നത്. അത് നടപ്പിലാക്കിയത് എപ്പോഴാ? 22 വയസ്സുള്ള ഒരുത്തൻ ഒരു 2 വർഷം മുമ്പാണ് ന്യൂയോർക്കിൽ ഏതോ ഒരു സ്ക്വയറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. മതം ഇങ്ങനെയാ. എത്ര കൊല്ലം കഴിഞ്ഞിരുന്നാലും ശരി, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ബാലുശ്ശേരി പറയുന്നത് കേട്ടില്ലേ, 1000 ആളുകളുടെ തല എന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ്. ഈ അന്ധമായിട്ടുള്ള അനുകരണമാണ് ഈ വിവരദോഷികൾ ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ 2015 ഖൊമേനി നടത്തിയ പ്രസംഗത്തോടനുബന്ധിച്ചിട്ട് 2017 ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് സ്ഥാപിതമാകുന്നത്. എന്നിട്ട് ഇവര് പറയുമല്ലോ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. എന്തിനാ ഇസ്രായേലിനെ തകർക്കുന്നത്? ഇസ്രായേലിൽ ഇവരെ എന്ത് ചെയ്തു? ഞോണ്ടിയോ, മാന്തിയോ, അവിഹിത ഗർഭമുണ്ടാക്കി കൊടുത്തു ഇവരുടെയൊക്കെ മക്കൾക്ക്. എന്തോ ചെയ്തു? അവര് മരുഭൂമിയെ, തരിശുഭൂമിയെ അവര്
ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാക്കി അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്നു. ആരെയും ആശ്രയിക്കാതെ ലോകത്തിന് എന്തെങ്കിലും വെളിച്ചം വീശാൻ സാധിക്കണമെന്ന് കരുതി നമുക്കിന്ന് ആൻഡ്രോയിഡ് ഫോണുകൾ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, അതുപോലെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇല്ലാതെ ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഗൂഗിൾ മാപ്പ്. അപ്പൊ അതൊക്കെ ലോകത്തിന് വിഭാവനം ചെയ്തത് ജൂതന്മാരുടെ തലച്ചോറുകളാണ്. അപ്പൊ മറ്റുള്ളവർക്ക് ഏത് രൂപത്തിൽ സന്തോഷമായിട്ട് അതീവ സാഹസികതയില്ലാതെ ലളിതമായിട്ട് കൂടുതൽ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി എങ്ങനെ പോകാം എന്നു മാത്രമാണ് ജൂതന്മാർ ഇന്നുവരെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്കൊക്കെ പ്രയോജനം കിട്ടുന്നത്. അപ്പൊ 2040 വരെയുള്ള ദിവസങ്ങൾ, മണിക്കൂറുകൾ, സെക്കൻഡുകൾ, രാവുകൾ, പകലുകൾ, ഇതിനെയൊക്കെ ജനങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. മക്കളെ, നിങ്ങളുടെ ദൗത്യമാണ് ഓരോരുത്തരെയും ഇല്ലാതാക്കുക എന്നത്. ജൂതന്മാരെ കണ്ടാൽ ഉടനെ നിങ്ങൾ വേണ്ട വഴിക്ക് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആനിലൂടെ അനുമതി ലഭിക്കുവാണ്. 2040 ആകുമ്പോഴേക്കും സയനിസ്റ്റ് ഭരണകൂടം, അതായത് ഇസ്രായേൽ എന്ന ഭരണകൂടം നിലവിലുണ്ടാകത്തില്ല എന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്. ഏതെങ്കിലും പ്രഭാഷകർ ഇത് തെണ്ടിത്തരമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ടോ? അന്താരാഷ്ട്ര തലത്തില് വലിയ വിവാദങ്ങൾക്ക് ഈ ക്ലോക്ക് കാരണമായിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ നാശം, ഒരു ജനവിഭാഗത്തിന്റെ, ഒരു മതവിഭാഗത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ മുഴുവനും നാശം ഞങ്ങൾ നടത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ സൗദി പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇതിനെ എതിർക്കാൻ സാധിക്കാത്തതിനകത്ത് മതമുള്ളത് കൊണ്ടാണ്. ഇത് പ്രകോപനപരമാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ രൂപത്തിൽ അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ 2025 ജൂണില് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം, ഈ ക്ലോക്ക് തകർക്കപ്പെട്ടു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ക്ലോക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇറാൻ മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ടൊന്നും ആരും സംസാരിക്കില്ല. കാരണം നമുക്ക് 916 മതേതരന്റെ മുഖഛായ പൊഴിഞ്ഞു പോകരുതല്ലോ. അപ്പം മനുഷ്യരാണ് എന്ന നിലയിൽ എല്ലാവരും തുല്യരാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. ജൂതന്മാര്, മുസ്ലിങ്ങളുമൊക്കെ ഉൾപ്പെട്ട ഏതു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അന്തസ്സും അഭിമാനവുമുണ്ട്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. മറ്റുള്ളവരൊക്കെ എന്താ, വഴിന്ന് വന്നവരോ ആകാശത്ത് നിന്ന് പൊട്ടി വീണവരോ? അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് പറയാൻ ഒരൊറ്റ മുസ്ലിം പുരോഹിതനും തയ്യാറാകുന്നില്ല. കാരണം എന്താ, ഇതൊക്കെ പറഞ്ഞു പോയാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ബോധവാന്മാരാകും, അവർക്ക് ബോധോദയം ഉണ്ടാകും. നമ്മുടെ പുസ്തകത്തിനകത്തുള്ള വെറുപ്പുകളാണല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണമെന്ന് അവർ മനസ്സിലാക്കി പോകൂലേ. അപ്പൊ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെയും മുസ്ലിം ജൂത ബന്ധത്തെയും കുറിച്ച് നിലനിൽക്കുന്ന തർക്കങ്ങൾ മതമാണ്, ചരിത്രപരമാണ്, അതിനകത്ത് രാഷ്ട്രീയവുമുണ്ട്. അപ്പൊ അതായത് ശത്രുതയുടെ പ്രധാനപ്പെട്ട കാരണം മതം തന്നെയാണ്. കാരണം 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞു, ജൂതൻ നമ്മുടെ ശത്രുവാണ്, ജൂതനെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു. ജൂതന്മാരെ നമ്മുടെ ശത്രുവാണ്, അവരെ നമ്മൾ വഴിപിഴപ്പിച്ചിട്ടുണ്ട്, അവരെ വഴികേടിലാണ്, അവരെ നമ്മൾ ശപിച്ചിട്ടുണ്ട് എന്നൊക്കെ ഖുർആനിലൂടെ തന്നെ കാണാം. അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ സൃഷ്ടിക്കുകയും അവരെ പേരെടുത്തു പറഞ്ഞ് ശപിക്കുകയും അവരെ വഴിപിഴപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വേറെ ഒരു വിഭാഗത്തിന്റെ മേൽ ആയുധം കൊടുത്തിട്ട് ഇവരെ ഇല്ലാതാക്കാനും പറഞ്ഞ ഖുർആനാണ് ആദ്യം നമ്മൾ എതിർക്കേണ്ടത്. അപ്പൊ ഭൂമിക്ക് വേണ്ടിയുള്ള തർക്കമാണിപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നടന്നത്. അതും നമ്മൾ കണ്ടതാണ്. 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിതമാകുന്നു. സ്ഥാപിതമായ ഉടനെ, അതായത് പിച്ച വെച്ച ഉടനെ തന്നെ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ കയറി ഇസ്രായേലിനെ അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചൂണ്ടുവിരലിൽ 6 ദിവസം കൊണ്ട് അവരെ ഒതുക്കാൻ അന്ന് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. സൈനിക ബലമില്ല, മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയില്ല, ഒരുപാട് രാഷ്ട്രങ്ങളുടെ പിന്തുണയില്ല, ആയുധ ശേഖരങ്ങളില്ല. എന്നിട്ട് അന്നതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെക്കാട്ടിലൊക്കെ ഏറെ എത്രയോ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രം. അതുകൊണ്ട് ആ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനോ അതല്ലെങ്കിൽ ആ ജനതയ്ക്കോ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനമന്ത്രിക്കോ ആ രാജ്യം വിട്ടുപോകേണ്ടുന്ന കാര്യമില്ല. അവിടെ ടണലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആ ജനതയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്നപ്പോൾ ഹമാസിന്റെ നേതാക്കളൊക്കെ ഈജിപ്തിൽ പോയിരുന്ന് ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട് ആസ്വദിച്ചതുപോലെ നെതന്യാഹു ഒരിക്കലും ആ ജനതയെ വിട്ടിട്ട് പോകത്തില്ല. ഇവര് ശരിക്കു പറഞ്ഞാൽ ആയത്തുള്ള അലി ഖൊമേനി ചത്തു. അവൻ ചത്ത അതേ രൂപത്തിൽ, അതേ ദിവസം തന്നെ, അതേ മിസൈൽ ആക്രമണത്തിൽ അവന്റെ ഭാര്യ,
അതുപോലെ അവന്റെ മകന്റെ ഭാര്യ, ചെറുകുട്ടി, ഇവരൊക്കെ ബാധിച്ചിട്ടുണ്ട്. അവരൊക്കെ ചത്തു. മുജ്തബ ഖൊമേനി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മകന് മാത്രം 2 കൈയും 2 കാലും, കിഡ്നിക്കും ഹാർട്ടിനും ഒക്കെ പ്രശ്നമുണ്ട്. കോമയിലായി, അബോധാവസ്ഥയിലുമായി. അപ്പൊ അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ജൂതവിരോധം കൈയാളുന്ന ഒരു വിഭാഗം ആളുകള് കുറെ AI വീഡിയോസ് ഉണ്ടാക്കി വിട്ടു. നെതന്യാഹു കൊല്ലപ്പെട്ടു. അതായത് നമുക്ക് എതിർക്കാൻ സാധിക്കാത്ത, നമുക്ക് ശത്രുതയുള്ള ഒരു വിഭാഗത്തിനെ എത്ര കണ്ടക്രമിച്ചിരുന്നാലും ശരി, അത് നമുക്കൊരു സന്തോഷമാണ്, നമുക്കൊരു ആനന്ദമാണ്. കാരണം നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു അത് കണ്ട് സന്തോഷിക്കുന്നു. എത്ര പേരുടെ ജീവനാണ് നീ എടുക്കുന്നത്? വളരെ സന്തോഷം. ജീവൻ കൂടുതൽ എടുത്താൽ, പ്രത്യേകിച്ച് ജൂതന്മാരുടെ ജീവൻ കൂടുതൽ എടുത്താൽ അവർക്ക് പ്രത്യേകമായിട്ട് അവാർഡുകളും റിവാർഡുകളും ഒക്കെ നൽകുന്ന ഈ പടച്ചവനെ കുറിച്ചിട്ടാണ് ഇവിടെയുള്ളവർ കാരുണ്യവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് ഈ ലോകത്തിന് അനിവാര്യമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നപ്പോൾ ആദ്യം തന്നെ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യത്തിനു വേണ്ടി അല്ല ഇസ്ലാമിക തീവ്രവാദത്തെ നഖശിഖാന്തം എതിർക്കുന്നത്, ലോകത്തിനു വേണ്ടിയാണ്. അതിന് ആദ്യം പച്ചക്കൊടി കാണിച്ചത് സൗദി അറേബ്യ ആയിരുന്നു. കാരണം യമനിൽ ഹൂതികൾ വളർന്നു വന്നാൽ എല്ലാ കാലത്തും സൗദി അറേബ്യക്ക് തലവേദനയാണ്. അങ്ങനെയാണ് യമനികളും സൗദികളും തമ്മിലുള്ള യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് യമനികളെയാണ് സൗദി കൊന്നൊടുക്കിയത്. അപ്പൊ ഇവർക്കൊന്നും പറയാനില്ല, ഒന്നും മിണ്ടാനില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കി, ഒന്നും പറയാനില്ല. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു, ഒന്നും പറയാനില്ല. അപ്പൊ നമ്മളെപ്പോഴും എതിരെ വരുന്നവന്റെ മതവും രാഷ്ട്രീയവും നമുക്ക് പ്രധാനമാണ്. ഇവിടെ ഇറാന്റെ വിഷയം വന്നപ്പോൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ആക്രമിച്ചു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും നമുക്കൊന്ന് തട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവര് ഈ കേരളത്തിൽ ഒരുപാട് ആളുകൾ, ഖൊമേനി ഫാൻസ് ആയിട്ടുള്ള, ഇറാൻ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ നെതന്യാഹുവിനെതിരെ വായി തോന്നുന്നത് എല്ലാം പറയുന്നു. ഇതൊന്നും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഇസ്രായേലിലെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമേ അല്ല. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് 3 ദിവസം കുത്തിയിരുന്ന് AI വീഡിയോകളും പോസ്റ്റുകളും ഓഡിയോസും ഒക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് 3 സെക്കൻഡ് കൊണ്ടാണ് നെതന്യാഹു മറുപടി പറഞ്ഞിട്ട് അതിനെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിവിട്ടത്. ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്റെ വിരലുകൾ എണ്ണി നോക്കൂ, കഴിഞ്ഞ കാര്യം. പിന്നീട് അതിനെ സംബന്ധിച്ച് യാതൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. കാരണം അതിന് അത്രമാത്രം പരിഗണനയെ അദ്ദേഹം നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. നന്ദി.